ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഹോൾസെയിൽ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കുറച്ച് പൈസ ഇറക്കിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതും ഒരു ഹോൾസെയിൽ ബിസിനസ്സിനോടൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ഹോൾസെയിൽ ബിസിനസ്സാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നല്ല, പൊതുവെ വേൾഡ് വൈഡിൽ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അത് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റെഡ് ചില്ലി ഹോൾസെയിൽ ബിസിനസ്സിനെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന മുളക് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസൂർ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. പൊതുവെ നമ്മൾക്കറിയാം, ഈ റെഡ് ചില്ലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുവന്ന മുളക് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇന്ത്യയിൽ നിന്നും ഒരുപാട് പ്രൊഡക്റ്റുകൾ കയറിപ്പോകുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കും. അതിൽ ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ഈ മുളക് എന്ന് പറയുന്നത്. ഇത് തന്നെ ഇതൊരു നമ്മൾക്കൊരു ഹോൾസെയിൽ ബിസിനസ്സാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്. മാത്രമല്ല, ഇത് നമുക്കൊരു എക്സ്പോർട്ടിങ് കൂടി സെറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഒരു എക്സ്പോർട്ടിങ് ലൈസൻസ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. പുറം രാജ്യങ്ങളിലൊക്കെ നമുക്കിതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കയറ്റി വിടാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ ഒരു ഹോൾസെയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലും നമുക്കിത് തുടങ്ങാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എക്സ്പോർട്ടാണെന്നുണ്ടെങ്കിലും അല്ല, നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും, നമ്മൾ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ നിലവിൽ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ആവശ്യമുണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ കേരളത്തിൽ, ഇപ്പം നമ്മൾ മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, കേരളത്തിലായിരിക്കും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു ഉണക്കമുളകിന് എത്രത്തോളം പ്രാധാന്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് ഇതൊരു ബിസിനസ്സായിട്ട് നമ്മൾ ചെയ്യുക, എവിടേക്കാണ് ഇതിൻ്റെ മാർക്കറ്റും, എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റ് രീതികളും വിലയും കാര്യങ്ങളൊക്കെ, ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യണം, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇത് വിൽക്കുന്ന കടകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഹോൾസെയിലേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ എടുക്കുന്ന കടകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മസാല കടകൾ, റീറ്റെയിൽ കടകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, അതുപോലെ ചെറുകിട ഹോൾസെയിലർമാർ, ചെറുകിട ഹോൾസെയിലേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ്. അപ്പോൾ അവർക്കൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും ഇതിനാവശ്യമായിട്ട് വരിക. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോൾസെയിലേഴ്സിനായിട്ട് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റാബിളായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാവും, സ്റ്റാബിളായിട്ടുള്ളൊരു ഓർഡറും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വിജയിക്കുന്നൊരു ബിസിനസ് കൂടി ആട്ടാം. ആദ്യത്തിലൊക്കെ നമുക്ക് കുറച്ചൊരു 10-20 കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നേരിൽ കണ്ട് സംസാരിച്ച് അവരെത്രയാണ് ഒരു മാസം അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ക്വാണ്ടിറ്റി, എത്രയാണ് അവരെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കുമോ, അല്ലെങ്കിൽ അവർ നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസിൽ നിന്ന് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ തുടക്കം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് മറ്റ് ഡീലേഴ്സിൽ നിന്നും വ്യത്യസ്തത കാണിച്ചുകൊണ്ട് നമുക്ക് അവരുടെയൊക്കെ ഓർഡർ പിടിക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബെസ്റ്റ് ഒരു ഓപ്ഷനാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സും അതേപോലെ തന്നെ ഒരു ട്രേഡിങ്ങും നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഇത് എവിടുന്നാണ് ഹോൾസെയിലായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്, മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ ഒരു ഹോൾസെയിൽ ഡീലറായി കഴിഞ്ഞാൽ തന്നെ ഇത് എവിടുന്നാണ് ഏറ്റവും കൂടുതൽ സോഴ്സ് ചെയ്യുന്ന സ്ഥലം, നമുക്കവിടെ ഇതിൻ്റെ അവൈലബിലിറ്റി എത്രയാണ്, എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് എവിടുന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ആന്ധ്രയിലാണ്, ഓക്കെ. അപ്പോൾ ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ഇതിൻ്റെ വലിയ മാർക്കറ്റ് കിടക്കുന്നത്. ഗുണ്ടൂരാണ് ഇന്ത്യയിലെ തന്നെ
ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരൊറ്റ മാർക്കറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുളക് കയറിപ്പോകുന്ന മാർക്കറ്റ് കുണ്ടൂരാണ്. പിന്നെ ഇതിൻ്റെ തന്നെ വ്യത്യസ്ത വെറൈറ്റികളുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. കാരണം ഓരോ വെറൈറ്റീസിനും ഓരോ വിലയായിരിക്കും, ഓരോ ക്വാളിറ്റി ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ കളറിലും വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തേജ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്, അതാണ് കൂടുതൽ എരിവുള്ളത്. ഓക്കെ. പിന്നെ ബ്യാഡ്ജി എന്ന് പറഞ്ഞിട്ട് നല്ല നിറവും കുറവ് എരിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ 341 ബാർ 334 വെറൈറ്റീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നമ്പർ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിയണം. ഇത് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ മുളകിൻ്റെ വെറൈറ്റീസ്, എത്ര തരം മുളകുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ആ മുളകിനെ കുറിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഏതാണ്, ക്വാണ്ടിറ്റി ഏതാണ്, നോർമലി ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഏറ്റവും ചീപ്പ് ബെസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. പിന്നെ ഇതിന് വേണ്ട ലൈസൻസുകളാണ്. ഇപ്പോൾ നമ്മളൊരു പൊതുവെ നമ്മളിപ്പോൾ ഒരു ഹോൾസെയിലാണ് തുടങ്ങുന്നത്, തീർച്ചയായിട്ടും നമ്മൾ അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചെറുതായിട്ടായിരിക്കും നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. തന്നെ നമ്മൾ GST എന്തായാലും നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ഹോൾസെയിൽ ബിസിനസ് എന്തായാലും എത്ര ചെറുത് തുടങ്ങിയാലും നമുക്കത് വലിയ രീതിയിലേക്ക് വളരാൻ സാധ്യതയുള്ള ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു GST നിർബന്ധമായിട്ട് എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഒരു ട്രേഡ് ലൈസൻസ് നമ്മൾ എടുക്കണം. അത് നമ്മുടെ ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഗോഡൗൺ, ആ കാര്യങ്ങൾ എവിടെയാണോ, പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷൻ പരിധിയിലാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ ആ ലൈസൻസ് എടുക്കണം. പിന്നെ ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എന്തായാലും എടുക്കണം. ഓക്കെ. അപ്പോൾ അത് എടുക്കാതെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഈ ഒരു ഹോൾസെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് സ്റ്റോക്കായിരിക്കും നമ്മളെ ഒരു ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു 2 മുതൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വരും. പിന്നെ ഗോഡൗൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് 1 ലക്ഷം രൂപ അഡ്വാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതേപോലെ തന്നെ ഗതാഗതം, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സാധനം നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പോർട്ടിങ് ചാർജ്, ഇമ്പോർട്ടിങ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രാവൽ ചാർജ്, അതിൻ്റെ ഒരു വെഹിക്കിൾ ചാർജും കാര്യങ്ങൾ അത് വരും. അതേപോലെ തന്നെ പാക്കേജിങ്, പിന്നെ ലേബർ പണിക്കാരെ ക്യാഷും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണ ഏകദേശം നമുക്കൊരു 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് ഏകദേശം ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റാണ്. ഓക്കെ. നമ്മൾ ഇത്രയും ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 രൂപ മുതൽ 20 രൂപ വരെ പെർ kg മാർക്കറ്റ് അനുസരിച്ചിട്ടാണ്. ഇതിൻ്റെ മാർക്കറ്റ് നല്ല വേരിയേഷൻ അങ്ങോട്ട് കൊണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ റേറ്റും അങ്ങോട്ട് മാറിയും തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 രൂപ മുതൽ 20 രൂപ വരെ മാർജിൻ പെർ kgയിൽ നമുക്ക് മാർജിൻ കിട്ടുന്ന രീതിയിലാണിത്. അപ്പോൾ നമുക്ക് കണക്കൂട്ടിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു വൺ ടൈം നമ്മൾ എടുക്കുമ്പോൾ എത്ര ടൺ എടുക്കുമ്പോൾ എത്രത്തോളം നമുക്കതിലെ പ്രോഫിറ്റ് എന്നുള്ളത്. ഓക്കെ. അത് സീസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓഫ് സീസണിൽ വിൽക്കുമ്പോൾ നമ്മൾ നല്ല മാർജിനോട് കൂടിയിട്ട് നമ്മൾക്ക് വിൽക്കാനും കഴിയും. അതങ്ങനെയുള്ളൂ, എല്ലാ ഹോൾസെയിൽസും അങ്ങനെ തന്നെയാണ്. നല്ല സീസൺ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് വെച്ചതിന് ശേഷം നമ്മൾ ഓഫ് സീസൺ വരുന്ന സമയത്ത് നല്ല രീതിയിൽ അതിനെ നല്ല മാർജിനോട് കൂടിയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മളൊരു 10 ടണ്ണ് മുളക് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ മാർജിൻ വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ 5 രൂപ മുതൽ 20 രൂപ മാർജിൻ പറഞ്ഞെങ്കിലും നമുക്കൊരു 10 രൂപ മാർജിൻ കണക്കിൽ നമ്മൾ കൂട്ടണമെങ്കിൽ തന്നെ നമുക്ക് 1 ലക്ഷം രൂപ എന്തായാലും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റായിട്ട് നമുക്ക് നിലനിൽക്കും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ ഈ ഒരു മുളക് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം, നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ളൊരു സ്പോട്ടും ഇത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ്, നമ്മൾ ഇതിൻ്റെ ഗോഡൗണിൽ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ. ഈർപ്പമില്ലാത്ത സ്ഥലത്ത് വേണം നമ്മളിത് സൂക്ഷിക്കാൻ. അപ്പോൾ അത് ഈർപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കീടനിയന്ത്രണം നടത്തുക. അതേപോലെ തന്നെ പിന്നെ ക്വാളിറ്റി കുറയാതിരിക്കാൻ നമ്മൾ FIFO ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതി പിന്തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്.
പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ഒറ്റയടിക്ക് ഫണ്ട് ഇറക്കി ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പ വഴിയാണ് ഇനി പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ കേരളത്തിലുള്ള ബയേഴ്സിന് നമ്മൾ ഇതിൻ്റെ ആവശ്യക്കാരെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് ആരൊക്കെയാണ് മേടിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ബൾക്ക് പർച്ചേസിങ് നടത്തുന്ന ഇതിൻ്റെ ബയേഴ്സിനെ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ഓർഡർ കിട്ടിയതിന് ശേഷം, ഇപ്പോൾ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടി, അപ്പോൾ ആ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആന്ധ്ര ആയാലും കർണാടക ആയാലും അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്റ്റോക്ക് എടുക്കാൻ നേരെ ഇവരിലേക്ക് നമുക്ക് ഡെലിവറി കൊടുക്കാനും കഴിയും. കുറച്ച് ക്യാപിറ്റൽ ഉപയോഗിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ചെറിയൊരു ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യക്കാരെ ഓർഡർ എടുത്തതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ഓർഡർ എടുത്തിട്ട് നേരെ നമുക്ക് അവരിലേക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾക്ക് സ്ഥിരമായിട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു ഹോൾസെയിൽ സംരംഭമായിട്ട് തന്നെ നമുക്ക് അതിന് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ഗോഡൗണൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് മുൻകൂട്ടി ഓർഡറുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഓർഡറുകളൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു രീതി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈവൻ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും നമുക്കിതിൻ്റെ ഹ്യൂജ് ട്രേഡിങ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ഹോൾസെയിൽ ബിസിനസ്സാണ് നമ്മൾ ഇന്ന് സംസാരിച്ച റെഡ് ചില്ലി ഹോൾസെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. പഠിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ കണ്ടതിന് പുറത്ത് മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കരുത്, നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.